എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നമ്മളിപ്പോ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരാഴ്ചയായിട്ടുണ്ട്. നമ്മുടെ ഷോർട്സിനൊക്കെ നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. കുട്ടികളാണെങ്കിലും സ്കൂളിൽ ചെല്ലുമ്പോഴത്തേന് അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. കട്ടയ്ക്ക് നിൽക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദി. കൂടെ നിന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ 1 വ്യൂ ആണെങ്കിൽ പോലും നിങ്ങൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം എന്ന് പറയുന്ന മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഷോർട്സിനൊക്കെ നമുക്ക് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. നമ്മുടെ പഴയ ഫ്രണ്ട്സ് ഒക്കെ കണ്ടിട്ട് നമ്പർ തപ്പിയെടുത്ത് വിളിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്, വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളെല്ലാവരും ഒരുങ്ങി കഴിയുമ്പോഴത്തേക്കിന് എവിടെയെങ്കിലും പോകാനായിട്ട്, ഇപ്പൊ ഫംഗ്ഷൻ ആണെങ്കിലും നമ്മള് ഡെയിലി നമ്മൾ ഓഫീസിലോട്ടൊക്കെ ആണെങ്കിലും പോകാൻ വേണ്ടി ഒരുങ്ങി കഴിയുമ്പോഴത്തേക്കിന് കണ്ണാടി നോക്കി കഴിയുമ്പോൾ എന്തോ എവിടെയോ ഒരു അപാകത നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടോ? ചിലപ്പോ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. എന്താന്നല്ലേ ആലോചിച്ചേ, കിട്ടിയോ? അത് നമ്മുടെ പിരികം. ഇപ്പൊ പാർലറിൽ പോയി ത്രെഡ് ചെയ്തിട്ട് ഒരാഴ്ചയൊക്കെ ആയാൽ പോലും നമുക്ക് ചിലപ്പം നമ്മുടെ പിരികം കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ വളർന്നു നിൽക്കുന്നുണ്ടാവും. അതൊക്കെ നമുക്ക് ഒരാഴ്ചയായി അവിടെ ഇവിടെയൊക്കെ വളർന്നു നിൽക്കുന്ന പിരികം പിന്നെയും പാർലറിൽ പോയി ത്രെഡ് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അത് അങ്ങനെ നിർത്തുന്നത് ഒരു അഭംഗിയുമാണ്. എനിക്കാണെങ്കിൽ ഒരാഴ്ച കൂടുമ്പോഴത്തേന് പോകാൻ നല്ല ബുദ്ധിമുട്ടാണ്. ചിലർക്ക് സമയത്തിന് പ്രശ്നമാകാം, ചിലർക്ക് പൈസയുടെ പ്രശ്നമാകാം. എന്നിരുന്നാലും കൂടെ നമുക്ക് പാർലറിൽ പോയി ത്രെഡ് ചെയ്യുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് ഇതിനെന്താ ഒരു പോവഴി? നമുക്ക് വീട്ടിൽ തന്നെ ചെയ്താലോ? പാർലറിൽ ചെയ്യുന്ന അതേ പെർഫെക്ഷനോടെ നമുക്ക് വീട്ടിലിരുന്ന് ഈ ഒരു നൂലും ഈ ഒരു ജനലും ഉപയോഗിച്ചിട്ട് എങ്ങനെ ത്രെഡ് ചെയ്യുന്നത് കാണാം. വാ. ആദ്യം നമുക്ക് കണ്ണാടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ജനലയിലൊന്ന് ഫിക്സ് ചെയ്ത് വെക്കാം. പിന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന നൂല് നമ്മുടെ ഹൈറ്റിന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു കമ്പിയിലത് അതും ഫിക്സ് ചെയ്യാം. ഫിക്സ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഹൈറ്റിനനുസരിച്ചിട്ട് തന്നെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് ത്രെഡ് ചെയ്യാമെന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ പാർലറിലൊക്കെ കാണുന്ന പോലെ ഈ നൂല് നമുക്ക് ട്വിസ്റ്റ് ചെയ്തെടുക്കാം. അത് നമുക്ക് വളർന്നു നിൽക്കുന്ന പിരികത്തിനിടയിലേക്ക് ഇത് കയറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പോഴത്തേക്കിനും നമുക്ക് പിരികത്തിലുള്ള ഹെയർസ് എല്ലാം നമുക്ക് റിമൂവ് ആയി വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് ഈ ക്യാമറയും കൂടെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് കുറച്ചൊരു കംഫർട്ട് അല്ലാതെ പോലെ തോന്നുന്നത്. നമുക്ക് ഇപ്പുറത്തെ പിരികവും അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്കൊരു കംഫർട്ട് കിട്ടുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. മുകളിലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു 90% ഹെയർസ് നമുക്ക് ഈ രീതിയിൽ നന്നായിട്ട് പാർലർ ചെയ്യുന്ന അതേ പെർഫെക്ഷനോടെ തന്നെ നമുക്കിത് റിമൂവ് ആയി കിട്ടും. ജോലിക്ക് പോകുന്നവർക്കൊക്കെ ആണെങ്കിലും എപ്പോഴും പാർലറിൽ പോകുക എന്ന് പറയുന്നത് ഇച്ചിരി മെനക്കെട്ട പണി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാമെങ്കിൽ നമ്മുടെ പിരിവ് എപ്പോഴും ത്രെഡ് ചെയ്തുപോലെ തന്നെ ഇരിക്കും. ഒരു 5 മിനിറ്റ്സ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ മതിയാവും. ഒരാഴ്ചയൊക്കെ കൂടുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ പിരികം എപ്പോഴും നല്ല പെർഫെക്ഷനിൽ തന്നെ ഇരുന്നോളും. കുറച്ച് പൗഡറോ എന്തെങ്കിലും ക്രീമോ ഒക്കെ ഒന്ന് പിരിയത്തിന് മുകളിലൊന്ന് തൂത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേദനയൊക്കെ ഒഴിവാക്കാൻ പറ്റും. കുഞ്ഞു ചെറിയ കുറ്റികൾ പോലും ഇതിനകത്ത് ഈ രീതിയിൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് റിമൂവ് ആയി വരുന്നത് കാണാൻ പറ്റും. നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതുപോലെ അറ്റം കെട്ടിയിട്ടിട്ട് ഇതുപോലെ വലിക്കുന്ന ഒരു രീതി. പക്ഷേ ഈ രീതിയോ എനിക്ക് അത്ര കംഫർട്ടായിട്ട് തോന്നിയിട്ടില്ല. എനിക്കത് വർക്കായിട്ടുമില്ല. എനിക്ക് ഈ ജനലും നൂലും വെച്ചിട്ടുള്ള ഈ രീതിയാണ് എനിക്ക് കൂടുതൽ കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. ഇപ്പം ത്രെഡും ജനലും ഉപയോഗിച്ച് എങ്ങനെ പിരിവെടുക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.
കണ്ടോ ഇപ്പം കണ്ടോ എൻ്റെ പേരും ആദ്യത്തെ പോലാണോ? നല്ല അടിപൊളിയായിട്ടില്ലേ? പിന്നെ നമുക്ക് ഇതുപോലൊരു പെൻസിൽ ഉപയോഗിച്ചിട്ട് ഈ ഔട്ട്ലൈനോട് ഒന്ന് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഔട്ട്ലൈനോട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അടിപൊളിയായിട്ട് ഒരു 90% ഹെയർസ് നമുക്ക് ഈ രീതിയിൽ തന്നെ നമുക്ക് റിമൂവ് ആവും. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ചിലർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, ഇങ്ങനെ കുട്ടികൾ നിൽക്കുമ്പോഴത്തേനും ബ്ലേഡ് വെച്ചിട്ട് അത് എടുക്കാൻ നോക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അത് നമ്മുടെ ശരീരത്തിന് അഴുക്കാണ്. ഇവിടെ ആ ഭാഗമെല്ലാം റാഷസ് വന്ന പോലെ ഡിസ്കളറേഷനിലൊക്കെ കിടക്കുന്നു അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിന്. അപ്പോൾ ഇതുപോലാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ത്രെഡ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, ബൈ ബൈ.